ഇന്നലെ ഒരു രസമുണ്ടായി. അതായത് കരം എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് സാങ്കേതിക കാരണങ്ങൾ മൂലം കരം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ പറയുകയും ചെയ്തു, വേണമെങ്കിൽ നിങ്ങൾക്ക് 2 മണിയുടെ ടിക്കറ്റ് തരാം, അല്ലാതെ ഇപ്പോൾ സിനിമയില്ല, ഷോ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ബുക്ക് ചെയ്ത ഏകദേശം 100-150ഓളം ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോക്കിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ വിനീത് ശ്രീനിവാസന്റെ സിനിമയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണണം, പെട്ടെന്ന് തന്നെ അതിന്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കണം. വിനീത് ശ്രീനിവാസന്റെ സിനിമയാകുമ്പോഴും നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല, ഏതായാലും ലാഭമല്ലാതെ എന്നൊക്കെയാണ് നമ്മളെല്ലാവരും കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കയറാൻ വേണ്ടി നിന്നത്. പക്ഷേ റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വളരെയധികം ശോകമായ തരത്തിലാണ് റിവ്യൂ ഒക്കെ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല നല്ല സിനിമകൾ, തട്ടത്തിൻ മറയത്ത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, പിന്നെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ്, അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരുപാട് നായകന്മാരെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ ചെയ്ത വിനീതിന് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതൊക്കെ എന്ന് പറഞ്ഞാൽ പാളിച്ചകൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും അങ്ങോട്ടങ്ങ് ശരിയാകാത്ത ഒരു തരത്തിലാണ് ഇപ്പോഴിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പാളിച്ച തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അയാളുടെ എഴുത്തിലോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സിനിമ വേറൊരു തലത്തിലേക്ക് വേണം എന്നുള്ളതിലോ ഒരു മാറ്റം കൊണ്ടുവരാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് വിനീതിനോട് എനിക്ക് പറയാനുള്ളത്, ഈ കരം എന്ന് പറയുന്ന സിനിമയിലെ നായകനെ പോലെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാതെ താങ്കൾ ഒരു കാര്യം ചെയ്യുക. താങ്കൾക്ക് പറ്റിയത് തട്ടത്തിൻ മറയത്ത് പോലെയോ അല്ലെങ്കിൽ മലർവാടി ആർട്സ് ക്ലബ്ബ് പോലെയോ, ഇല്ല അരവിന്ദൻ്റെ അതിഥികൾ, സ്വന്തം കാരണവറാണ്, അമ്മാവനാണ് അത് സംവിധാനം ചെയ്തതെങ്കിലും അരവിന്ദൻ്റെ അതിഥികളൊക്കെ വിനീതിന് നല്ല ചേരുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അതും ചെറിയൊരു തുമ്പിയാണെങ്കിലും അത് ഏകദേശം പിടിച്ചു നിൽക്കാം. കാരണം ഗൾഫ് മലയാളികളെ ജീവിതമായതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കാം. അപ്പം ഇങ്ങനെയുള്ള സിനിമകളാണ് വിനീതിന് നല്ലത്. വിനീത് വെറുതെയെങ്കിലും പോകണ്ട. വിനീത് തെരേൻ്റെ പുറകെയും അതുപോലെ തന്നെ ഇങ്ങനെ കരുത്തിൻ്റെ പുറകിലും പോയി കഴിഞ്ഞാൽ മലയാളികൾ തന്നെ വിനീതിനെ അങ്ങ് വെറുക്കുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടു പൊട്ടിക്കുന്ന തനിയൻ ധ്യാനാണ്. ധ്യാനിപ്പം കുറച്ചിട്ടുണ്ട്. ഇനി ഗുണ്ടു പൊട്ടിക്കാൻ ഞാനില്ല, ഇനി നല്ല നല്ല സിനിമയിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. ധ്യാനാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങിയാലും ഇറങ്ങുന്നതിന് മുമ്പും 4 ഇൻ്റർവ്യൂ ഓന് ഉറപ്പാന്ന് നടന്ന് ഓൻ അതിലൂടെ രസിപ്പിക്കുന്നുണ്ട്, അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ധ്യാനിനെ പോലെ ആകരുത് വിനീത്. വിനീതിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളതാണ്. വിനീതിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വിനീത് നല്ല നല്ല സിനിമകൾ എഴുതുന്ന ഒരാളാണ്. അങ്ങനെ വിനീത് നല്ലൊരു നിർമ്മാതാവും കൂടിയാണ് ഈ സിനിമയിലൂടെ എന്നുള്ളതാണ്. അങ്ങനെ നിർമ്മാണവും അതുപോലെ സംവിധാനമായാലും അഭിനയമായാലും എല്ലാത്തിലും കൈവെക്കുന്ന വിനീതിന് ഈയിടെയായിട്ട് പാളിച്ചകൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കരം പോലെയുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തിര പോലെയുള്ള സിനിമയുടെ പുറകെ പോയത് കൊണ്ടാണ്. അതൊന്നും വിനീതിന് ചേരുന്നതല്ല, അതൊക്കെ വേറെ ആയിരിക്കോ ചേരുന്നതാണ്. ഇപ്പോൾ ഈ കരം എന്ന് പറയുന്ന സിനിമ ഹോളിവുഡ് ലെവലിലങ്ങാറ്റം വരേണ്ടതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് മാത്രം തോന്നുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണാൻ പോകാഞ്ഞതും. നമുക്കറിയുന്ന അല്ലെങ്കിൽ നല്ലൊരു ഒരു പോസ്റ്റർ തോന്നിക്കുമ്പോൾ നമുക്ക് പടം കാണാനുള്ള ഒരു ത്വരിതി ഉണ്ടാക്കണം. ആ ത്വരിതി ഇല്ലല്ലോ. ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ആഹാ ഇന്ന സിനിമ കാണണം, അതാണ് വേണ്ടത്. ഒരു മനുഷ്യൻ അതല്ലേ വേണ്ടത്. അപ്പം അതുപോലും വിനീതിന് ചില സമയത്ത് കഴിയുന്നില്ല. വിനീതിന് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഉള്ള സ്റ്റോക്കുകളെല്ലാം തീർന്നു. ഇപ്പോഴും വിനീതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവസാനമായിട്ട് അഭിനയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അമ്മാവിൻ്റെ സിനിമയായ ആ ഒരു എന്താ പറയണ്ട ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനുള്ള ആ ഒരു സിനിമയിലാണ്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ വിനീത് സൂക്ഷിക്കണം അവിടുന്ന്. പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് മനുഷ്യന്മാരുടെ 150 രൂപ കൊണ്ടുപോകാനാണ് പ്ലാൻ എങ്കിൽ അത് ജനങ്ങൾ ഒരിക്കലും തരത്തില്ല. ഇന്നലെ ഇപ്പോഴും ഞാനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എൻ്റെ 150 രൂപ പോയില്ലേ, ആര് തരാനാണ് എനിക്ക്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അപ്പം അങ്ങനെ നമ്മുടെ 150 രൂപ അങ്ങനെ പോകാൻ, അങ്ങനെ കളയാൻ ഞങ്ങളാരും ഒരുക്കമല്ല. ഇതാരും വെറുതെ കൊണ്ട് തരുന്നില്ല പൈസ. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാലും മതി, അല്ലെങ്കിൽ കാണണ്ട എന്നൊക്കെയുള്ള ധാർഷ്ട്യം അത് വളരെ മോശമാണ്. അത് വിനീത് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സംവിധായകരും അതുപോലെ നടന്മാരൊക്കെ ഇപ്പോൾ പറയുന്നൊരു വാക്കാത്
അതായത് ഇത് ഞങ്ങളാണ്, വേണമെങ്കിൽ കണ്ടാൽ മതിയടാ, നിന്നെ ആരാ ക്ഷണിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് വളരെ മോശമായിട്ട് പറയുക. ഏതായാലും കോക്ക് നല്ല രീതിയിൽ വലിച്ചു കയറുക തന്നെയാണ് ചെയ്യുന്നത്. കോക്ക് പറയുന്നുണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. പിന്നെ കോക്കിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ പല ഇതും കണ്ടു, പല ഇതിൽ കണ്ടപ്പോഴേ അതിനകത്ത് ഒരുപാട് പോരായ്മകൾ വിനീത് ശ്രീനിവാസിനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിനീത് ഇനിയെങ്കിലും എഴുതുമ്പോഴേ ആ ഒരു പഴയ ആ ചിന്താഗതിയൊക്കെ വിട്ടുകളയണം. അതാ വേണ്ടത്. അതായത് എന്തെങ്കിലും എഴുതി കൂട്ടിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഏതായാലും നമുക്കൊരു വലിയ പണക്കാരൻ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, അതായത് വൈശാഖ് സുബ്രഹ്മണ്യം. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ പൈസ ഇറക്കിക്കോളും. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ലാഭവിഹിതം, ഇത് കരം എന്ന് പറയുന്ന സിനിമ അത് രണ്ടുപേരും ആയതുകൊണ്ട് രണ്ടുപേർക്ക് ലാഭവിഹിതം എടുക്കാം. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ എടുക്കുന്ന പുറപ്പെട്ടു പോയോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് എന്നെ പറയുന്നത്, എൻ്റെ പൊന്നു വിനീതേ ഒന്ന് മാറ്റി ചിന്തിച്ചേ മതിയാവൂ. ഈ കരം എന്ന് പറയുന്ന സിനിമ അട്ട ഫ്ലോപ്പ് എന്നല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവിടെയൊക്കെ പേരൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടതാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ കഥയിലുണ്ടായ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ, ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, പക്ഷെ ചില ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളൊരു ചില ഇതുണ്ട്. ഇപ്പം വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ കാണാൻ നമ്മൾ പോകുമ്പോഴേ ഒരുപക്ഷെ ഒരു മലബാർ ആർട്സ് ക്ലബ്ബോ അല്ലെങ്കിൽ തട്ടത്തിൽ മറിയത്തോ അങ്ങനെയുള്ള സിനിമയും അതിനകത്തുള്ള പാട്ടും ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിട്ട് വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ ടിഷ്യൂ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇതൊന്നും ആർക്ക് ദഹിക്കുകയും ചെയ്യില്ല. അതാണ് പറയാനുള്ളത്. ഇപ്പം വിനീതിൻ്റെ സിനിമയാണെന്ന് വിചാരിച്ചിട്ട് 4 വെടിപൊട്ടിക്കലും അയ്യോ തോക്കലെടുത്തിട്ട് നായകൻ നിൽക്കുന്ന കണ്ടപ്പോഴേ നമുക്ക് തന്നെ ഇതൊരു കത്തിയാണോടേ എന്ന് തോന്നിപ്പോയി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചില സിനിമ എങ്ങനെയാണെന്നല്ലോ, ചില സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഇത് എന്തോന്നല്ല, ഇത് കത്തിയാണോ. ഇപ്പം ആസിഫ് അലിൻ്റെ സിനിമ വന്നിട്ട് മിറാഷിൽ എന്താ സംഭവിച്ചത്? മിറാഷിൽ നമുക്ക് വിചാരിക്കാതെ ഒരുപാട് പിന്നെ സീക്വൻസ് വന്നിട്ടുണ്ട്. മറ്റേ എന്താ പറഞ്ഞാൽ വെടിവെപ്പും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത് ഒരു ഊളത്തരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു വിനീത് ഇങ്ങനെയുള്ള പടങ്ങൾ എടുക്കരുത്. കരം പോലെയുള്ള പടങ്ങൾ നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനി വേറെ ആരെങ്കിലും വെച്ച് സംവിധാനം ചെയ്യിക്കണം, അത്രയേ വേണ്ടൂ. അതിലില്ലെങ്കിൽ പിന്നെ നല്ല നടന്മാരെ വെച്ചിട്ട് ചെയ്യാനങ്ങ് നോക്കണം, അത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ഒരു അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കാണാനും തോന്നില്ല. നമുക്കൊരു പോസ്റ്ററെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതാണ് ഒരു സിനിമ കാണണ്ടേ. ഇതിപ്പോൾ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, വിനീതും അതുപോലെ വൈശാഖ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടത്. അതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അതൊക്കെ തള്ളിയിട്ട് എന്ന് പറഞ്ഞ ഒരാഴ്ച കൊണ്ടുപോയ സിനിമയാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ആൾക്കാരെ പോലും കണ്ടു കിട്ടിയിട്ടില്ല. ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുമായിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുമെന്ന് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടുകളാം. നന്ദി, നമസ്കാരം.